നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അതീവ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്ന് പുതിയ സഭാമന്ദിരത്തിൽ കടന്നുകയറി പ്രതിഷേധം നടത്തി യുവാക്കൾ. വത്തിക്കാനിലല്ല അന്ത്യവിശ്രമം, റോമിലെ ബസിലിക്കയിൽ മതിയെന്ന് മാർപ്പാപ്പ. US പ്രസിഡന്റ് ജോ ബൈഡന്റെ ജീവനക്കാർ വൈറ്റ് ഹൌസിന് മുൻപിൽ ഗാസയിൽ വെടിനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തി. അമ്മയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം പോലീസ് ഏറ്റെടുത്ത് സംസ്കരിക്കും. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് കോഴിക്കോട്. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിലുണ്ടായ വൻ സുരക്ഷാ വീഴ്ചയുടെ ഞെട്ടലിലാണ് രാജ്യം. അതീവ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്നാണ് പുതിയ സഭാമന്ദിരത്തിൽ യുവാക്കൾ കടന്നുകയറി പ്രതിഷേധിച്ചത്. സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പാണ് പ്രതിഷേധത്തിന് കാരണമെന്നാണ് പ്രതികളുടെ മൊഴി. ഭഗത് സിംഗിനെ പോലെ ഭരണകൂടത്തിന് മറുപടി നൽകാനാണ് ശ്രമിച്ചത് എന്നാണ് ഇന്ന് പുലർച്ചെ 3 മണിവരെ നീണ്ട ചോദ്യം ചെയ്യലിനിടെ പ്രതികൾ പറഞ്ഞതായി വ്യക്തമാക്കുന്നത്. ജനുവരി മുതൽ പദ്ധതിയുടെ ആലോചന തുടങ്ങിയിരുന്നു. കേസിൽ ഒരാളെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട്. പ്രതിഷേധം ഇൻസ്റ്റഗ്രാമിൽ തത്സമയം നൽകിയ ലളിത് ഝായ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കി. ഇതിനിടെ പ്രതികൾക്കെതിരെ UAPA അടക്കം ചുമത്തി കേസെടുത്തു. പാർലമെന്റ് സുരക്ഷയ്ക്കുള്ള കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങാൻ ടെൻഡർ ക്ഷണിച്ച ആഴ്ച തന്നെയാണ് ഇങ്ങനെയൊരു അതിക്രമം നടന്നത്. പ്രധാനമന്ത്രി അമിത് ഷായോടും സ്പീക്കറോടും സംസാരിച്ചു. രാത്രിയിൽ അടിയന്തര സുരക്ഷാ യോഗം ചേർന്നു. പിടിയിലായവർക്ക് ഭീകരബന്ധം ഇല്ലെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. UAPAയ്ക്ക് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, അതിക്രമിച്ച് കടക്കൽ അടക്കം വകുപ്പുകൾ പ്രതികൾക്കെതിരെ ദില്ലി പോലീസ് ചുമത്തിയിട്ടുണ്ട്. അന്വേഷണം പൂർണ്ണമായി ദില്ലി പോലീസ് സ്പെഷ്യൽ സെല്ലിന് കൈമാറും. കേന്ദ്ര ഏജൻസിക്ക് വിടണോ എന്നതിൽ പിന്നീടായിരിക്കും തീരുമാനം. ഇന്ന് രാവിലെ വീണ്ടും പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യും. ഇതിനിടെ സുരക്ഷാ വീഴ്ച പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. പാർലമെന്റിൽ അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെടും. രാഷ്ട്രപതിയെ കാണാനും പ്രതിപക്ഷം നീക്കം നടത്തുന്നുണ്ട്. പാർലമെന്റ് സുരക്ഷയ്ക്കുള്ള കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങാൻ ടെൻഡർ ക്ഷണിച്ചതിനിടെയാണ് അതിക്രമം ഉണ്ടാകുന്നത്. തന്റെ സംസ്കാര ചടങ്ങ് ലളിതമായിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. സെന്റ് മേരി മേജർ റോമൻ ബസിലിക്കയിൽ അടക്കണമെന്നാണ് ആഗ്രഹമെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. 1 നൂറ്റാണ്ടിനിടെ ആദ്യമായാണ് വത്തിക്കാന് പുറത്ത് അടക്കം ചെയ്യണമെന്ന ആഗ്രഹവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞായറാഴ്ചയാണ് മാർപ്പാപ്പയ്ക്ക് 87 വയസ്സ് പൂർത്തിയായത്. മെക്സിക്കോയിൽ നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ മാർപ്പാപ്പ വ്യക്തമാക്കിയത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ കുർബാനയ്ക്ക് മുൻപായാണ് അഭിമുഖം റെക്കോർഡ് ചെയ്തത്. ബെനഡിക്ട് മാർപ്പാപ്പയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചും യാത്രാ പദ്ധതികളെക്കുറിച്ചുമെല്ലാം അഭിമുഖത്തിൽ മാർപ്പാപ്പ വ്യക്തമാക്കി. ആരോഗ്യം മോശമല്ലെന്നും എന്നാൽ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുള്ളതിനാലാണ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശദമാക്കി. വത്തിക്കാനിലെ മാസ്റ്റർ ഓഫ് സെറിമണിയുമായി ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ തീരുമാനിച്ചതായും മാർപ്പാപ്പ അറിയിച്ചു. ആർച്ച് ബിഷപ്പ് ഡിയോഗോ റാവേലി സംസ്കാര ചടങ്ങുകളുടെ നടപടികളെക്കുറിച്ച് വിശദമാക്കി തന്നുവെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കി. 2013 മാർപ്പാപ്പ പദത്തിലേക്ക് എത്തിയതിനു ശേഷവും മറ്റ് മാർപ്പാപ്പമാരിൽ നിന്ന് വിഭിന്നമായി ബ്യൂണസ് ആയറിസിലെ ആർച്ച് ബിഷപ്പായി ഉപയോഗിച്ച അതേ വെള്ളിക്കുരിശാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിക്കുന്നത്. ചെരുപ്പും വാച്ചുമടക്കമുള്ള വസ്ത്രധാരണ രീതിയും മുൻപുള്ള മാർപ്പാപ്പമാരുടെ പാതയല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചത്. ആരോഗ്യസ്ഥിതി മോശമായാൽ മാർപ്പാപ്പ പദത്തിൽ നിന്ന് രാജിവെച്ചൊഴിയാൻ സന്നദ്ധനാണെന്നും എന്നാൽ മാർപ്പാപ്പമാർ രാജിവെച്ചൊഴിയുന്നത് സാധാരണ നടപടിയാക്കാൻ താൽപ്പര്യപ്പെടുന്നില്ലെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കി. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ജോ ബൈഡന്റെ ജീവനക്കാരുടെ പ്രതിഷേധം. വൈറ്റ് ഹൌസിന് മുമ്പിലാണ് പ്രതിഷേധം നടത്തിയത്. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയപ്പോൾ ഇസ്രയേലിനൊപ്പം അമേരിക്കയടക്കം 10 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തിരുന്നു. ഇന്ത്യ അടക്കം 153 രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. കഴിഞ്ഞ തവണ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അതേസമയം ആസ്ട്രിയ, പരാഗ്വേ, ചെക്ക് റിപ്പബ്ലിക്, ഗ്വാട്ടിമാല, ലൈബീരിയ, മൈക്രോനേഷ്യ, നൗറു, പാപ്പുവ ന്യൂഗിനിയ എന്നീ രാജ്യങ്ങളാണ് വെടിനിർത്തലിനെ എതിർത്തത്. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇത് 2ാം തവണയാണ് UN പ്രമേയം പാസാക്കുന്നത്. ഒക്ടോബർ 27-ന് 120 രാജ്യങ്ങളുടെ പിന്തുണയിൽ പ്രമേയം പാസാക്കിയിരുന്നു. അതേസമയം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ലെന്ന ഇസ്രായേൽ നിലപാട് US തള്ളി. ഇസ്രായേൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രിയാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ലെന്നും ഓസ്ലോ കരാർ അപ്രസക്തമെന്നും വ്യക്തമാക്കിയത്. എന്നാൽ ഇത് തള്ളിയ US പ്രസിഡന്റ് ജോ ബൈഡൻ പലസ്തീൻ അതോറിറ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഘട്ടമാണിതെന്ന് ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ ആവശ്യം ഉയരുമ്പോഴും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ശക്തമായ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. 2 മാസത്തിലേറെയായി തുടരുന്ന ആക്രമണത്തിൽ ഗസയിൽ മാത്രം 18,608 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 6 ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേറ്റു. ഗസയിൽ കൊല്ലപ്പെട്ടവരിൽ 70% സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് UN ചൂണ്ടിക്കാണിക്കുന്നത്.
ഗസയിൽ കരയുദ്ധം തുടങ്ങിയ ശേഷം തങ്ങളുടെ 116 സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേൽ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ കോഴിക്കോടും. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ 10ാം സ്ഥാനത്താണ് കോഴിക്കോട്. ഈ പട്ടികയിൽ ആദ്യ 10ലുള്ള കേരളത്തിലെ ഏക നഗരവും കോഴിക്കോടാണ്. നഗരങ്ങളിലെ ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി എത്ര കുറ്റകൃത്യമുണ്ട് എന്ന് നോക്കിയാണ് NCRB ഈ പട്ടിക തയ്യാറാക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമവും മറ്റു പ്രത്യേക നിയമങ്ങളും പ്രകാരമുള്ള കേസുകളാണ് ഇതിന് അടിസ്ഥാനമാക്കുന്നത്. ആദ്യ 10 സുരക്ഷിത നഗരങ്ങളിൽ പകുതിയും ദക്ഷിണേന്ത്യയിലാണ്. 20 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യ വരുന്ന 19 നഗരങ്ങൾക്കിടയിലാണ് റാങ്കിംഗ് നൽകിയിരിക്കുന്നത്. കൊൽക്കത്തയാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. തുടർച്ചയായ 3ാം വർഷമാണ് കൊൽക്കത്ത ഈ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തുന്നത്. ലക്ഷം പേരിൽ 78.2 കുറ്റകൃത്യങ്ങൾ മാത്രമാണ് കൊൽക്കത്തയിൽ നടക്കുന്നത്. 2ാം സ്ഥാനത്ത് ചെന്നൈയും 3ാം സ്ഥാനത്ത് കോയമ്പത്തൂരുമാണ്. NCRB കണക്ക് പ്രകാരം കോഴിക്കോട് 1 ലക്ഷം ജനങ്ങൾക്ക് 397.5 കുറ്റകൃത്യങ്ങളാണ് ഉള്ളത്. സൂറത്ത്, പൂനെ, ഹൈദരാബാദ്, ബംഗളൂരു, അഹമ്മദാബാദ്, മുംബൈ എന്നിവയാണ് 4 മുതൽ 9 വരെ സ്ഥാനങ്ങളിൽ. അധികാരത്തിലേറിയ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി സർക്കാർ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യ യാത്രാ വാഗ്ദാനം ചെയ്യുന്ന മഹാലക്ഷ്മി പദ്ധതിക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സൗജന്യ യാത്രയ്ക്ക് മേൽവിലാസം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ കൈവശം വെക്കണം. പൊതുഗതാഗതത്തിൽ തടസ്സമില്ലാത്ത സൗജന്യ യാത്രയ്ക്കായി TSRTC ഉടൻ സ്മാർട്ട് കാർഡുകളും നൽകും. ഇവർ സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ തുക തെലങ്കാന സർക്കാർ TSRTCക്ക് തിരികെ നൽകും. സംസ്ഥാനത്തെ ജില്ലാ ഓർഡിനറി ബസ്സുകളിലും ഹൈദരാബാദ് നഗരത്തിലെ എക്സ്പ്രസ് ബസ്സുകളിലും അനുഭവപ്പെട്ടത് അത്യപൂർവമായ തിരക്കാണ്. ഇന്ത്യൻ ബോക്സിംഗ് താരം നിഖത് സരീൻ ഉൾപ്പെടെയുള്ള അനേകം സ്ത്രീകളും കുട്ടികളും ട്രാൻസ്ജെൻഡറുകളും ഈ സൗജന്യ യാത്ര ആസ്വദിച്ചു. പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഭാഗമായാണ് അധികാരത്തിലെത്തി പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സംസ്ഥാനത്ത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ശക്തി പദ്ധതിയുടെ മാതൃകയിൽ ആരംഭിച്ച മഹാലക്ഷ്മി സീറോ ടിക്കറ്റ് പദ്ധതിയിൽ തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടത്തുന്ന ആഡംബര ഇതര ബസ്സുകളിൽ സംസ്ഥാനത്തിനകത്ത് എവിടെയും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അനുവദിക്കുന്നു. തെലങ്കാനയിൽ താമസിക്കുന്ന പെൺകുട്ടികൾ, എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്നിവരുടെ പ്രയോജനത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ പദ്ധതി. മധ്യപ്രദേശിലെ ആരാധനാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അനിയന്ത്രിതമായി ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നതിന് നിരോധനം. മോഹൻ യാദവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം പുറത്തിറക്കുന്ന ആദ്യ ഉത്തരവാണിത്. അനുവദനീയമായതിൽ കൂടുതൽ ശബ്ദത്തിൽ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കരുതെന്നാണ് ഉത്തരവിലുള്ളത്. ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നതിനായി സുപ്രീം കോടതിയും ദേശീയ ഹരിത ട്രിബ്യൂണലും നിർദ്ദേശിച്ച പ്രത്യേക മാനദണ്ഡങ്ങൾ സംസ്ഥാനത്ത് കർശനമായി നടപ്പിലാക്കുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് രാജാറോ പറഞ്ഞു. ആരാധനാലയങ്ങളിലെയും പൊതുസ്ഥലങ്ങളിലെയും ഉച്ചഭാഷിണികളുടെ ശബ്ദ തീവ്രത പരിശോധിക്കുമെന്നും ഇതിനായി എല്ലാ ജില്ലകളിലും പ്രത്യേക ദൗത്യസംഘത്തെ നിയോഗിക്കുമെന്നും രാജേഷ് രാജോറ അറിയിച്ചു. ഉയർന്ന ശബ്ദത്തിൽ DJ പാർട്ടികൾ നടത്തുന്നതിനും നിരോധനമുണ്ട്. ബുധനാഴ്ച രാവിലെയാണ് മോഹൻ യാദവ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത BJP നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു മോഹൻ യാദവിൻ്റെ സത്യപ്രതിജ്ഞ. ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കമുള്ളവരും ചടങ്ങിനെത്തിയിരുന്നു. ഉപമുഖ്യമന്ത്രിമാരായി രാജേന്ദ്ര ശുക്ലയും ജഗദീഷ് ദേവ്ദത്തയും സത്യപ്രതിജ്ഞ ചെയ്തു. 58-കാരനായ മോഹൻ യാദവ് ദക്ഷിണ ഉജ്ജയിൻ മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 4 തവണ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ യുഗത്തിന് അന്ത്യമിട്ടുകൊണ്ടാണ് മോഹൻ യാദവിനെ തിങ്കളാഴ്ച BJP നേതൃത്വം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത്. 230 അംഗ മധ്യപ്രദേശ് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP 163 സീറ്റുകൾ നേടിയാണ് അധികാരം നിലനിർത്തിയത്. കോൺഗ്രസിന് 66 സീറ്റുകളിലേ ജയിക്കാനായുള്ളൂ. നവകേരള സദസ് നടക്കുന്ന വേദിയുടെ സമീപത്തുള്ള ഇറച്ചിക്കടകൾ മൂടിയിടണമെന്ന വിചിത്രമായ നിർദ്ദേശവുമായി അധികൃതർ. കായംകുളത്താണ് സംഭവം. കായംകുളത്ത് നവകേരള സദസ് നടക്കുന്ന വേദിയുടെ 50 മീറ്റർ അകലെയാണ് ഇറച്ചി മാർക്കറ്റ്. നവകേരള സദസ് നടക്കുന്ന സാഹചര്യത്തിൽ മാർക്കറ്റിലെ കടകൾ മൂടിയിടാനാണ് അധികൃതരുടെ നിർദ്ദേശം. സദസ്സിനെത്തുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നും ഇതിനാലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഇതിൽ കടുത്ത പ്രതിഷേധവുമായി കച്ചവടക്കാർ രംഗത്തെത്തി. മൂടിയിട്ടാൽ എങ്ങനെ കച്ചവടം നടക്കുമെന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത്. കായംകുളത്തെ നവകേരള സദസ് നടക്കുന്ന വേദിക്ക് സമീപത്തെ ഹോട്ടലുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇവിടങ്ങളിൽ പാചകവാതകം ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. നേരത്തെ കൊച്ചിയിലും സമാനമായ രീതിയിൽ വേദിയുടെ സമീപത്തെ കടകളിൽ
ഭക്ഷണം പാകം ചെയ്യരുതെന്ന നിർദ്ദേശം പോലീസ് പുറത്തിറക്കിയിരുന്നു. കായംകുളത്ത് ഇറച്ചിക്കടകൾ മൂടിയിട്ടാൽ കച്ചവടം നടക്കില്ലെന്നും നിർദ്ദേശം പിൻവലിക്കണമെന്നുമാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. അമ്മയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം പോലീസ് ഏറ്റെടുത്ത് സംസ്കരിക്കും. ഏറ്റെടുക്കാൻ ആളില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 10 ദിവസത്തിലധികമായി കുഞ്ഞിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കുട്ടിയുടെ അച്ഛനുമായും അമ്മ അശ്വതിയുടെ ബന്ധുക്കളുമായും ബന്ധപ്പെട്ടിരുന്നെങ്കിലും കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് തന്നെ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ തീരുമാനിച്ചതെന്ന് എളമക്കര CI വ്യക്തമാക്കി. ഡിസംബർ 2-നാണ് എളമക്കരയിൽ ചേർത്തല സ്വദേശി അശ്വതിയുടെ 1.5 മാസം പ്രായമായ കുഞ്ഞിനെ സുഹൃത്തായ കണ്ണൂർ സ്വദേശി ഷാനിഫ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഒരുമിച്ചുള്ള ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതിയാണ് ഇവർ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കുട്ടിയുടെ തല ഷാനിഫ് സ്വന്തം കാൽമുട്ടലൊടിക്കുകയും ഇതോടെ തലയോട്ടി പൊട്ടുകയുമായിരുന്നു. മുൻപുണ്ടായ മർദ്ദനത്തിൽ കുഞ്ഞിന്റെ വാരിയെല്ലും ഒടിഞ്ഞിരുന്നു. കുഞ്ഞ് മരിച്ചെന്ന് ഉറപ്പാക്കാൻ ഷാനിഫ് 2 തവണ കുഞ്ഞിന്റെ ശരീരത്തിൽ കടിക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങിയെന്നും അനക്കമില്ലാതായതോടെ ആശുപത്രിയിൽ കൊണ്ടുവന്നതാണെന്നുമാണ് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ഡോക്ടർമാരോട് പറഞ്ഞത്. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ തന്നെ സംശയം തോന്നിയ ഡോക്ടർ സംഭവം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പാലായിൽ നടന്ന നവകേരള സദസ് വിജയിപ്പിക്കാൻ അധ്വാനിച്ച MP തോമസ് ചാഴിക്കാടനോട് കടക്കപ്പുറത്ത് എന്ന മട്ടിൽ മുഖ്യമന്ത്രി സംസാരിച്ചത് നന്ദികേടാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. റബ്ബറിന് 250 രൂപ വില നൽകുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കണമെന്ന് ചാഴിക്കാടൻ ആവശ്യപ്പെട്ടപ്പോഴാണ് പൊട്ടിത്തെറിച്ചതെന്നും മുഖ്യമന്ത്രി അടിയന്തരമായി മാപ്പ് പറയണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. മാണിസാറിന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ തോമസ് ചാഴികാടൻ MPയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ശാസിച്ച് അപമാനിച്ചിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാത്ത ദയനീയാവസ്ഥയിലാണോ കേരള കോൺഗ്രസ് എന്നും സുധാകരൻ ചോദിച്ചു. മാണിസാറിനെ പാലായിൽ പോലും നിഷ്ഠൂരമായി വേട്ടയാടിയ CPM അതിന്റെ ജനിതക ഗുണം തന്നെയാണ് മുഖ്യമന്ത്രിയിലൂടെ ആവർത്തിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചാഴികാടന് നവകേരള സദസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള കഴിവില്ലെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതെന്നും 13 തവണ മാണിസാറിനെ ജയിപ്പിച്ച പാലായിൽ വെച്ചാണ് കേരള കോൺഗ്രസ് അപമാനിക്കപ്പെട്ടതെന്ന വിഷയത്തിന്റെ ഗൗരവം വിളിച്ചോതുന്നുവെന്നും സുധാകരൻ വ്യക്തമാക്കി. 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ റൂട്ടിൽ പ്രതികളുമൊത്ത് കഴിഞ്ഞ ദിവസവും തെളിവെടുത്ത അന്വേഷണ സംഘം വ്യാഴാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കും. ഇനി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നാണ് സംഘത്തിന്റെ നിഗമനം. അതേസമയം അനുപമയുടെ കൈയക്ഷര പരിശോധനയ്ക്കായി കോടതിയിൽ റിപ്പോർട്ട് നൽകി. പുതിയതായി എഴുതിച്ച 2 സാമ്പിളുകൾ 2 റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തലോടെ കോടതിയിൽ നൽകി. കോടതി മുഖാന്തരം തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയക്കും. കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതിന്റെ രേഖയായി കരുതുന്ന അനുപമയുടെ ഡയറിയിലെ കൈയക്ഷരം അനുപമയുടേതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഫോറൻസിക് പരിശോധന നടത്തുന്നത്. പ്രതികളുടെ തമിഴ്നാട് ബന്ധം കണ്ടെത്തുന്നതിനായി തെങ്കാശി സ്വദേശി നവാസിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. സംസ്ഥാനം വിടുന്നതിനും ഒളിവിൽ കഴിയുന്നതിനും തമിഴ്നാട്ടിൽ കൂടുതൽ ആരുടെയെങ്കിലും സഹായം ചോദിച്ചോ എന്നറിയുന്നതിനായിരുന്നു ചോദ്യം ചെയ്യൽ. എന്നാൽ മറ്റാരുടെയും സഹായം ഇവർക്ക് ലഭിച്ചതായി തെളിവില്ല. ഓൺലൈൻ ഇടപാടുകളുടെ പൂർണ്ണമായ വിവരം കണ്ടെത്താൻ ഇനിയും സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായ അന്വേഷണമാണ് ഇതിനായി നടത്തുന്നത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് അവസാനിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.